ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അച്ഛന് വയ്യാതായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഒരു 1 വീക്കോളം. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാരണം കൊണ്ട് വീഡിയോസൊന്നും എടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നത്. ദെൻ നമ്മൾ ഒരു നെക്സ്റ്റ് വിഷു ഔട്ട്ഫിറ്റ് ചെയ്യാണ്. ഇതൊരു ആലിയ കട്ടിൽ ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത്. ചെറിയ ബേബീസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ താഴേക്കുള്ള ഒരു സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു കസവിൻ്റെ കേരള സാരിയുടെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും, അതുപോലെ തന്നെ യോക്കിൻ്റെ പോർഷൻ വരുന്നത് ഇതാ ഈ ഒരു മെറ്റീരിയലാണ്. ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിൽ സ്കേർട്ടും ടോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രോപ്പ് ടോപ്പും സ്കേർട്ടും. അതിൽ സ്കേർട്ടിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ഒരു പീസാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു പീസ്. പിന്നെ ഒരു ചെറിയൊരു പീസും കൂടിയുണ്ട്, അത് കുറച്ച് ലെങ്ത്താണ്, വിഡ്ത്തില്ലാത്തൊരു പീസാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു 10 ഇഞ്ചേ ഉള്ളൂ ഇറക്കം നോക്കുമ്പോൾ നമുക്ക്. അപ്പോൾ ഇത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടാണ് ഇതിനെ യോക്ക് പോർഷൻ എടുക്കുന്നത് കേട്ടോ. അതെങ്ങനെ അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു 10 ഇഞ്ചുള്ളത് തന്നെ എടുക്കുന്നുണ്ട്. തുണി 4ആയിട്ട് മടക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 2 സൈഡും ബാക്കും ഫ്രണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സെയിം അത് തന്നെ 5 ഇഞ്ച് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്ര എടുക്കുമ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് തീരെ ഇല്ലാതെ വരും. നമ്മൾ ആലിയ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീരെ ലെങ്ത്ത് ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ഒരു 2.5 ഇഞ്ചാണ് ആം റൗണ്ട് വരയ്ക്കുന്നത് കേട്ടോ. അതായത് 5 ഇഞ്ചിൻ്റെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് ബാലൻസ് 2.5 ഇഞ്ച് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം, അത് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കാം എന്ന് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 5 ഇഞ്ച്, അതായത് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് നമ്മൾ സ്ലീവ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് മെറ്റീരിയൽ തികയാതെ വന്നാൽ ചെയ്യാൻ പറ്റുന്നൊരു രീതി കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട്. അയൺ ചെയ്തിട്ടും അതിനെ നിവർത്താനായിട്ട് പറ്റില്ല. പിന്നെ നമുക്കത് കട്ട് ചെയ്ത് പോകില്ലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 6.5 ഇഞ്ച് ചെസ്റ്റും 6 ഇഞ്ച് വേസ്റ്റും എടുത്തിട്ടുണ്ട്. ദെൻ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 1.5 ഇടണമെന്നില്ല, 1 ഇഞ്ച് ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ എടുക്കാം. 1.5 ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ. ദെൻ താഴ്ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആലിയ കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കേണ്ടത്. അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റി കൊടുക്കാം. ഫ്രണ്ടിലെ ഭാഗം മാത്രം വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഇൻ കേസ് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് സൈഡും കൂടി കട്ട് ചെയ്ത് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഫ്രണ്ട് സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 2 ഇഞ്ച് സെൻറ്റർ പോർഷനിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഇതിനെ മടക്കി വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലും ഈ ഒരു മാർക്കിങ്സ് കിട്ടും. പിന്നെ നമ്മൾ അതിന് മുകളിൽ കൂടെ ആയിട്ട് ഒന്നും കൂടി വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല തെളിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ, 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് യോക്ക് പോർഷൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുന്നത്, മാർക്ക് ചെയ്യുന്നത്, പിന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വർക്കും കൂടി, കുറച്ച് പോർഷനും കൂടിയാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. ബാക്കി ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂവും അതുപോലെ തന്നെ ബാക്കിയുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ട് സെക്കൻഡ് പാർട്ടും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗാർമെൻറ്റ് ഫിനിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പോർഷനിലും ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗവും അതുപോലെ ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു താഴ്ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ വേണം കട്ട് ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. കാരണം ആരി എല്ലാവർക്കും ആരി നീഡിൽ യൂസ് ചെയ്ത് ചെയ്യാൻ അത്ര എളുപ്പമുണ്ടാവില്ല. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് ആരി ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നോർമൽ സൂചി നൂലാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ദെൻ നമ്മളൊരു ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു
പേപ്പർ വെച്ചിട്ടാണ്. ഇത് കാർബൺ പേപ്പറാണ്, യെല്ലോ കാർബൺ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് മേടിക്കുന്ന എല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണിയുടെ മുകളിലായിട്ട് ഇതുപോലെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഭാഗം ഇങ്ങനെ അതുമൊക്കെയായിട്ട് ഇതുപോലെ വെക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഡിസൈൻ വരച്ചിട്ടുള്ള പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലോത്തിലേക്ക് അത് ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ യെല്ലോ ഷെയ്ഡ് തന്നെ ആയതുകൊണ്ട് നമുക്കത് കാണില്ല, ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ സാധാ ചോക്ക് വെച്ചിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആലിയ കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് തന്നെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു താഴ്ഭാഗത്തായിട്ട് നല്ലൊരു ഹെവി ഡിസൈൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഭയങ്കര എളുപ്പത്തിൽ എന്നാൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റൗണ്ടിൻ്റെ മുകളിലോട്ടും ഒരു റൗണ്ടിൻ്റെ താഴോട്ടും ഇങ്ങനൊരു ജസ്റ്റ് ഒരു വരയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഐഡിയ എനിക്കുണ്ട്, അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും ഒരു ചെറിയൊരു മാർക്കിംഗ് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു താഴ്ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഡിസൈൻ വരത്തുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 3 സ്റ്റാൻസിൽ 3 നൂലേ ഉള്ളൂ. മൊത്തം 6 സ്റ്റാൻസിലാണ് നമുക്ക് എംബ്രോയിഡറി ത്രെഡ് കിട്ടുക. അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അത് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഒരു ലീഫൊക്കെ ചെയ്യില്ലേ നമ്മൾ, ആ ഒരു ഡിസൈൻ പോലെ ഒരു 4 അല്ലെങ്കിൽ 3 ബീഡ്സ് വെച്ചിട്ട് ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ 2 കളറ് എംബ്രോയിഡറി ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആ ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഇതിലൊരു ലാവൻഡർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് നമ്മളൊരു 3 സ്റ്റാൻസിലും ലാവൻഡറിൻ്റെ ഫുൾ 6 സ്റ്റാൻസിലും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിങ്ക് കുഞ്ഞു ഫ്ലവർ ആയിരിക്കും, ലാവൻഡർ കുറച്ചും കൂടി വലിയ ഫ്ലവർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അടുപ്പിച്ച് ഇതുപോലെ 2 എണ്ണമാണ് വരുന്നത്, 2 ഫ്ലവർ. ഇതിങ്ങനെ കളർ ഇങ്ങനെ മാറി മാറി വരും. ഇനി അടുത്തത് പിങ്ക്, പിന്നെ ലാവൻഡർ, അങ്ങനെ മാറി മാറി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് റിംഗ് നോട്ട്സ് ഇട്ട് കൊടുക്കുക. അതൊരു ഷേപ്പും വേണം, കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ബാക്കിൽ കെട്ടിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഇതുപോലെ നീറ്റായിട്ട് കട്ടാക്കി കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ നൂല് നിൽക്കാത്ത രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ആ ഒരു ഷേപ്പിൽ മുഴുവൻ നമ്മൾ ആ റൗണ്ട് ഇട്ടില്ലേ, അവിടെ മുഴുവൻ നമുക്കിതുപോലെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ ബീഡ്സിനെ ഇട്ട് കൊടുക്കുക. കട്ട് ബീഡ്സ് ആണ് എടുക്കുന്നത് ഞാൻ. 3 ലെയറായിട്ട് 3 ബീഡ്സ് അല്ലെങ്കിൽ 4 ബീഡ്സ്, ഇത് ചെറുതായതുകൊണ്ട് 4 ബീഡ്സ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ 3 സ്റ്റാൻഡ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നടുക്കിൽ കൂടെ ഞാൻ ഒന്നുകൂടെ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിൽ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് ക്യാമറയിലേക്കും കാണണം, ഇതിലും കാണണം എന്നാവുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട്. അതാണ് കറക്റ്റ് വീഡിയോ കിട്ടാത്തത്. ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ചബിൾ ആവുകയും ചെയ്യും, അധികം ടൈം എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. ഇത് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇതാണ് നമ്മൾ ത്രൂ ഔട്ട് ഇതിൽ മുഴുവൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിൽക്കുന്ന പോലെ വരും. ഇനി ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലായിട്ട് ഞാൻ സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ചെറിയ സീക്വൻസാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഗ്ലൂ വയ്ക്കുക. ഗ്ലൂ വെച്ച് അതിനെ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന പോലെ വയ്ക്കുക. ഒരു തരി ഗ്ലൂ വെച്ചിട്ട് ആകുമ്പോൾ ഒട്ടിക്കരുത്. കുറച്ചധികം ഗ്ലൂ വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഗ്ലൂ ആവണം, ആ ഒരു ഇതിൽ ഒട്ടിച്ചോളും. അപ്പോൾ അതവിടെ ഇങ്ങനെ നല്ല ഇതായിട്ട് പ്ലേസ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പോർഷൻ. ഇനി ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്തിട്ട് നെക്സ്റ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അടുത്ത പാർട്ടായിട്ട് നമുക്ക് കാണാം.